ജന്മാദ്യസ്തേതോന്യാദിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയത്തേജോ വാരിമൃതാമ്യധാവിനിമയോ യത്രത്തി സർഗോ മുഷാദാംനാസേത സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്ക് നന്ദി. ശ്രീമദ് ഭാഗവതത്തിൽ 3-ാമത്തെ സ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായം നമ്മൾ തുടങ്ങി. 5-ാമത്തെ അധ്യായം അവസാനിപ്പിച്ചത് പഞ്ചഭൂതങ്ങളും തന്മാത്രകളും ഇന്ദ്രിയങ്ങളും കൂടിയതായ വിരാട് പുരുഷൻ ചലനമില്ലാതെ ശയിച്ചു വെള്ളത്തിൽ നിന്നാണ്. വെള്ളത്തിലാണ് അത്രയും ശയിച്ചു. വെള്ളം ധാരാളം ഉണ്ടായിരുന്നു, ഒരു പ്രളയം പോലെ. ദേവന്മാർ സ്തുതിച്ചു. ഇത്രയൊക്കെ സംഗതികൾ അവിടെ ഉണ്ട്, പക്ഷേ ഇതൊന്നും ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്ന് പറയാം ഇന്നത്തെ ഭാഷയിൽ. അതുകൊണ്ട് സർവേശ്വര, കാറ്റ് വീശണം, ഭൂമി തിരിയണം, പിന്നെ സൂര്യചന്ദ്രന്മാർ ഉദിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, ദിനരാത്രങ്ങൾ ഇപ്രകാരം ഈ പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കണമേ. ഭഗവാന്റെ മാഹാത്മ്യം, പാദപത്മത്തിൻ്റെ മാഹാത്മ്യം, ഭജിക്കാത്തവരുടെ ഗതികേട്, ഇതൊക്കെ ആ സ്തുതിയിൽ കൊണ്ടുവന്നു. പിന്നെന്ത് എന്തുണ്ടായി? 6-ാം അധ്യായത്തിൽ പറഞ്ഞു, സതീനാം അസമേത്യ, യോജിപ്പില്ലാതെ കിടക്കുന്ന ഇതിനെ ഭഗവാൻ യോജിപ്പിച്ചു സ്തുതി കേട്ടിട്ട്. കാലസംജ്ഞാം, കാലം സംജ്ഞ പേര് ഓട് കൂടിയ ഒന്നിനെ സൃഷ്ടിച്ച്. അതെന്താണെന്ന് പറയാൻ പറ്റും. അത് ഈ ഒന്നിനെ എന്ന് പറയണത്, കാലം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണോ പുരുഷനാണോ എന്താണെന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ ഒന്നിനെ സൃഷ്ടിച്ച് 24 വാസ്തവത്തിൽ തത്വങ്ങൾ, ഇവിടെ 23 എന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞാലും ശരിയാവും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവിടെ 23 പറയാനാണ് അവർക്ക് തോന്നിയത്, അതും ശരി തന്നെയാണ്. ആ തത്വങ്ങളെ യോജിപ്പിച്ചു. ഗണം യുഗപദാവിശത്ത്. രസമാണ് കേട്ടോ സംഭവം. യോജിപ്പിച്ചപ്പോൾ അവ പ്രവർത്തനാത്മകമായി എന്ന് പറഞ്ഞു വരുന്നു. പരേണ വിശദാസ്വസ്മിൻ മാത്രയാ വിശ്വസൃഗണ ചിട്ടോപാന്യ അന്യോന്യമാസാദ്യ യസ്മിൻ ലോക ചരാചരാ. ഈശ്വരൻ തൻ്റെ അംശത്താൽ ഈ വിഭജിക്കപ്പെട്ടും വിഘടിക്കപ്പെട്ടും കിടക്കുന്ന ഘടകങ്ങളിൽ പ്രവേശിച്ചപ്പോൾ അതിനെ ചലിപ്പിക്കുന്ന സ്വരൂപമായി പരിണമിച്ചു. ചരങ്ങളും അചരങ്ങളും ആയവ ലോകത്തിൽ ഉണ്ടായി. ഇവിടെ ഒരു കാര്യം ചലിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാറ്റിനെയും ചലിപ്പിച്ചിട്ടില്ല കേട്ടോ. ജീവജാലങ്ങളെ ചലിപ്പിച്ചു. അത് പക്ഷിയാവട്ടെ, മൃഗങ്ങളാവട്ടെ, ചെറിയ ജന്തുക്കളാകട്ടെ, വലിയ ജന്തുക്കളാകട്ടെ, കാണാൻ പറ്റാത്ത മൈക്രോബ്സ് മുതൽ അതിനെ ചലിപ്പിച്ചു. ചലിപ്പിക്കാൻ പറ്റാത്തതോ വൃക്ഷങ്ങൾ ഒരിടത്ത് നിൽക്കുകയുള്ളൂ, സ്ഥാവരങ്ങൾ, മലകൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചലിക്കാത്തതാണ്. കല്ല്, മണ്ണ്, പഞ്ചഭൂതങ്ങൾ, ഭൂമിയുടെ ചില ഘടകങ്ങൾ. ഭൂമി ചലിക്കുന്നുണ്ട് കേട്ടോ, ഭൂമിയിലാണല്ലോ ഇതൊക്കെ നടക്കണം. കല്ല്, മണ്ണ്, പാറ, പർവ്വതം, മരങ്ങൾ, ഇവ അചരങ്ങളത്രേ. അപ്പോൾ ഭഗവാൻ ഈ സംഘടിപ്പിച്ചതിൽ 2 തരാക്കി തിരിക്കാം. ഒന്ന് ചരം, ഒന്ന് അചരം. യസ്മിൻ ലോക ചരാചരാ. ഇങ്ങനെയാണ് ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇതൊക്കെ? അല്ലേ, കഥകളേക്കാൾ രസമാണ് ചിലരൊക്കെ ഞാൻ പറയാം. കഥകളിപ്പോൾ കേട്ടു, എല്ലാവരും കേട്ട അതിനേക്കാളും ബുദ്ധിക്ക് ഒന്നും കൂടി ഒരു ഒരണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്നർത്ഥം. അടുത്തതായിട്ട് ഹിരൺമയസ്സ പുരുഷ സഹസ്രപരിവത്സരാൻ ആണ്ഡകോശ ഉവാസ അപ്സു സർവതത്വോ ബബൃംഹിത. ഇനി പറയണം അപ്സു, ജലത്തിലുള്ള, ആണ്ഡകോശേ ബ്രഹ്മാണ്ഡത്തിൽ പറഞ്ഞല്ലോ ജലത്തിലാണ് കിടക്കുന്നത്. ഹിരൺമയ സ പുരുഷ, സ്വർണ രൂപത്തിലുള്ളതായ ആ പുരുഷൻ. അതിന് ഹിരൺമയൻ, ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയാറുണ്ട്. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ സ്വർണം എന്നർത്ഥമാണ്. സ്വർണം എന്നുള്ള അർത്ഥമായിട്ട് ഇവിടെ യോജിപ്പിക്കാതെയും പറയാം.
സ്വർണത്തിന് ഈ അംക്കത്തിലൊരു വാക്കിന് പല അർത്ഥങ്ങളാണ്. ഇവിടെ ഇപ്പം എങ്ങനെ ഇപ്പോൾ ഈ സ്വർണം എന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ വേണ്ട, ഹിരണ്യഗർഭൻ ഹിരൺമയൻ എന്നുള്ള സംജ്ഞ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് അറിവുള്ളവർ. അതിപ്പോൾ സ്വർണത്തിൻ്റെ സാന്നിധ്യമോ സ്വർണത്തിൻ്റെ സമാനമായ നിറം വിരാട് കൃഷ്ണൻ ഉണ്ടായിട്ടോ ആവണം എന്നില്ല. അങ്ങനെ ഒരു നിറം വിരാട് കൃഷ്ണൻ ഉണ്ടാവുക 14 ലോകത്തിനെന്ന് പറഞ്ഞാൽ അത് ശരിക്കും വെച്ചാൽ അങ്ങനെ ഇങ്ങോട്ട് പ്രായോഗികമാവുമോ? എന്തായാലും പറഞ്ഞു വരുന്ന ഹിരൺമയൻ ഹിരണ്യഗർഭൻ എന്നൊക്കെയാണ്. വിചാരിച്ചാൽ മതി, കൂടുതൽ ചിന്തിക്കേണ്ട. സർവസത്വോപബൃംഹിത, എല്ലാ പ്രാണികളും ഇവനിൽ നിൽക്കുന്നു, മഹാപുരുഷനായിട്ടുള്ള ഈശ്വരനിൽ നിൽക്കുന്നു. എന്നിട്ടോ 1000 വർഷം ഈ വെള്ളത്തിൽ ശയിച്ചു. ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ളതിനെ സൃഷ്ടിച്ചുവെങ്കിലും ലോകം ചലനാത്മകമാവാൻ പോകുന്നേ ഉള്ളൂ, അത് പറയാൻ പോണേ ഉള്ളൂ. സഹസ്ര പരിവത്സരാൻ, 1000 കൊല്ലം നീ വിരാട് പുരുഷൻ ഈ അണ്ടമായിട്ട് ഈ വെള്ളത്തിൽ കിടന്നു, പ്രളയജലത്തിൽ ശയിച്ചു എന്നാണ് പറയണത്. സവൈ വിശ്വസൃജാംഗർഭോ ദേവകർമ്മ ആത്മശക്തിമാൻ ബിബഭാജ ആത്മനാത്മാനം ഏകതാ ദശതാ ത്രിത. അവിടെ ആ വാക്ക് ചരിക്കുമ്പോൾ വിഭജിക്കുക എന്നാണ് സംഗതി. അത് ക്രിയയായിട്ട് പറഞ്ഞുമ്പോൾ എങ്ങനെയായിട്ട് വിബഭാ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വിബഭാജാത്മനാത്മാനം ഏകതാ ദശതാ. ശ്രദ്ധിക്കാതെ വേഗം പറഞ്ഞു നോക്കൂ, തെറ്റും. ബബബ എന്നൊക്കെ വരും. ബിബഭാജാത്മത ബിബഭാനും ഭാനം പറഞ്ഞ് തന്നെ ശരിക്കണം. വിബഭാജാത്മനാത്മാനം ഏകതാ ദശതാ ത്രിത. വിബഭ ജാതാത്മനാത്മാൻ. എന്താ വെച്ചാൽ ചെല്ലുമ്പോൾ കിട്ടില്ല, അതിനു വേണ്ടി പറഞ്ഞ് ശീലിക്കാൻ വേണ്ടി പറയാം. വിബഭ മെല്ലെ ഉച്ചരിക്കണം, അങ്ങനത്തെ സ്ഥലമൊക്കെ ഒന്ന് സ്പീഡ് കുറച്ച് പറയണം. വിബഭാജ ബാന്നും ജാന്നും കൂടി ഒരു ചേർച്ചയുള്ള അക്ഷരമില്ലാത്ത പോലെ തോന്നും നമുക്ക്. വിബഭാജാത്മന, പെട്ടെന്ന് ബാ എന്ന് പറഞ്ഞ ജാലിക്ക് നാവ് അങ്ങോട്ട് വരില്ല. വിബഭാജാത്മനാത്മാനം ഏകതാദശതാത്യത. ഇവിടെ വേണം ദേവകർമ്മ ആത്മശക്തിമാൻ. ദേവശക്തി, കർമ്മശക്തി, ആത്മശക്തി എന്നിവയോട് കൂടിയ സവേ വിശ്വസജാംഗർഭ, പ്രസിദ്ധമായ വിരാട് പുരുഷൻ. ചിലർ ഇതിനെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, കർമ്മശക്തി എന്നും പറയുന്നു. ഇച്ഛാശക്തി, ഒരു കാര്യം വേണം എന്നുള്ളതിനുള്ള ഇച്ഛ, വിൽ പവർ. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന് പറയാറുണ്ട് അല്ലേ? ആ വില്ലാണ് ഇച്ഛാശക്തി. ദേവശക്തി ഏതാ, അങ്ങനെ വേണം പറയാം. ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. കർമ്മശക്തി, പിന്നെ ഇച്ഛാശക്തി, ജ്ഞാനശക്തിയാണ് വേറൊന്ന്. അത് ചെയ്യണമെങ്കിൽ കുറച്ചൊരു അറിവ് വേണമല്ലോ. ഏത് കാര്യം അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. വീടുണ്ടാക്കുകയാണെങ്കിലും കല്ലും മണ്ണും വെക്കണമെങ്കിൽ അതിൻ്റെ അറിവ് വേണം, നല്ല ചുമര് പടുക്കാൻ പറ്റും. നമുക്ക് പറ്റില്ല. അപ്പോൾ അറിവ്, ജ്ഞാനശക്തി, പിന്നെ ക്രിയാശക്തി, പ്രവർത്തനശേഷി വേണം. ഇവിടെ ഇപ്പം അതല്ലാന്നും പറയാം, ആണെന്നും പറയാം. ദേവശക്തി, കർമ്മശക്തി, ആത്മശക്തി എന്നിവയോട് കൂടിയ സവൈ വിശ്വസജാംഗർഭ, പ്രസിദ്ധനായിട്ടുള്ള വിരാട് പുരുഷൻ ഹിരണ്യഗർഭൻ. ഓർക്കുക ആ പേര്, ഹിരണ്യഗർഭൻ. ഹിരണ്യ, പിന്നെന്താ പറഞ്ഞത്, മയ, ഹിരൺമയൻ, ഹിരണ്യഗർഭൻ, വിരാട് പുരുഷൻ, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഹിരൺമയൻ, ഹിരണ്യഗർഭൻ, വിരാട് പുരുഷൻ. ആത്മാവ്, ആത്മനാ, താൻ തന്നെ, ആത്മാനം, സ്വരൂപത്തെ വിഭജിച്ചു. തുടങ്ങി വേറോരോ പരിപാടികൾ. 1000 കൊല്ലം പ്രളയജലത്തെ ചയിച്ചതിന് ശേഷം വിരാട് പുരുഷൻ വിഭജിച്ചു. തന്നെ വിഭജിക്കാനുള്ളൂ, വേറൊന്നുണ്ടെങ്കിലല്ലേ. ലോകം മുഴുവൻ അദ്ദേഹമുള്ളൂ. അപ്പം അദ്ദേഹത്തെ തന്നെ വിഭജിച്ചു. വേറെ എന്തിനെയാണ് വിഭജിക്കുക? വേറൊന്നുണ്ടെങ്കിലല്ലേ, മറ്റൊന്നുണ്ടെങ്കിലല്ലേ. എങ്ങനെയാണ് വിഭജിച്ചത് എന്നാണെങ്കിൽ ഏകത, ഒന്നായിട്ടും, ദശത, 10ആയിട്ടും, ത്രിധ, 3ആയിട്ടും വിഭജിച്ചു. ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കണം. അപ്പോഴേ നമുക്കത് ഇത് പുരാണ ഭക്തിയ പ്രഭാഷണ ഇതൊന്നും അല്ലല്ലോ, എന്തൊക്കെയോ പറയണു എന്നൊക്കെ തോന്നും. പക്ഷെ അതങ്ങനെയല്ല. നമ്മൾ ലേശം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനെടുത്ത് നോക്കിയാൽ അതൊക്കെ രസമാണ്. വിരാട് പുരുഷൻ്റെ വേറൊരു പേരാണ് സമഷ്ടി പുരുഷൻ. ഇതാ വീണ്ടും പേര് വന്നു, ഹിരൺമയൻ. ആവർത്തിക്കണത് എന്താ വെച്ചാൽ ഓർത്തോട്ടെ, ഇനിയും വരുമ്പോൾ
ആ പേര് വരുമ്പോൾ നമുക്ക് ഇന്നതാണെന്ന് അറിയണം. ഹിരൺമയൻ, ഹിരണ്യഗർഭൻ, വിരാട് പുരുഷൻ, സമഷ്ടി പുരുഷൻ. ഇതാ വേറൊരു പേര്. ഈ പുരുഷൻ്റെ ഉൽപ്പത്തി പറഞ്ഞതിന് ശേഷം എന്താ പറയണത്? വ്യഷ്ടി ശരീരങ്ങൾ ഉത്ഭവിച്ചു എന്ന് ആദ്യമേ പറയുണ്ടായില്ലോ. 2 തരത്തിലുള്ള ശരീരമാണ് ഈ ഭൂലോകത്തിലുള്ളത്. ഭൂലോകം എന്ന് പറഞ്ഞാൽ എല്ലാ ലോകവും, ഭൂലോകം മാത്രമല്ല കേട്ടോ. 14 ലോകത്തിലുള്ള ഒന്ന് വ്യഷ്ടി പുരുഷൻ, അതൊന്നേ ഉള്ളൂ. പലതുണ്ടാവാൻ വയ്യല്ലോ. വ്യഷ്ടി പുരുഷൻ, സമഷ്ടി പുരുഷൻ, സമഷ്ടി പുരുഷൻ, ഹിരൺമയൻ, ഹിരണ്യഗർഭൻ, വിരാട് പുരുഷൻ, സമഷ്ടി പുരുഷൻ. ഇതെല്ലാം ഒന്നേ ഉണ്ടാവുള്ളൂ. പേരാ മാറുന്നത്, ആൾ മാറണില്ല. പക്ഷേ വ്യഷ്ടികൾ പലതും ഉണ്ട്. നമ്മളൊക്കെ ഓരോ വ്യഷ്ടികളാണ്. വ്യക്തി എന്നുള്ളതിൻ്റെ വേറൊരു വേർഷനാണ് വ്യഷ്ടി. അവ ശരീരങ്ങൾ പ്ലൂരൽ. മറ്റതോ സമഷ്ടി പുരുഷൻ, ഷന്മാരില്ല. ഈ 14 ലോകങ്ങളും വ്യാപിച്ചതായിരിക്കുന്ന സമഷ്ടി പുരുഷൻ, ഹിരണ്യഗർഭൻ, ഹിരൺമയൻ, വിരാട് പുരുഷൻ, അതിനെ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയോ അവനിൽ നിന്ന് വ്യഷ്ടി ശരീരങ്ങൾ ഉണ്ടായി. ഇതാ 6 അടി ഉയരത്തിലുള്ള നമ്മളെപ്പോലെ ഉള്ളവർ, അത്ര തന്നെ വലിപ്പമില്ലാത്ത പക്ഷി മൃഗാദികൾ, അതിനേക്കാൾ വലിപ്പമുള്ള മൃഗാദികൾ, നമ്മളെക്കാൾ വലിയ ആന, തിമിംഗലം മുതലായവ എല്ലാം വ്യഷ്ടി ശരീരങ്ങളാണ്. അവയെ പറയുന്ന പേര് ഓർക്കുക, വ്യഷ്ടി ശരീരങ്ങൾ. എന്താണ് വ്യഷ്ടി? വ്യക്തി ഓർത്താൽ മതി. ഇൻഡിവിജ്വൽ ബോഡീസ്, ശരീരങ്ങളെ വ്യഷ്ടി എന്ന ആത്മീയ സാങ്കേതിക ഭാഷയിൽ പറയും. വിരാട് പുരുഷനെ സൃഷ്ടിച്ചു, ഹിരൺമയനെ സൃഷ്ടിച്ചു, ഹിരണ്യഗർഭനാവാം, ഇതൊക്കെ ഒന്ന് തന്നെ. സമഷ്ടി പുരുഷനും ആവാം. ഇതൊക്കെ സൃഷ്ടിച്ച് വ്യഷ്ടി ശരീരങ്ങളെ സൃഷ്ടിച്ചു. ഇതാ ഈ ചെറിയ ചെറിയ സൃഷ്ടികളാണ്. ചെറുതല്ല കേട്ടോ, വലുതുണ്ട്. തിമിംഗലമൊക്കെ എന്താ വലിപ്പം? ചെറുതും വലുതുമായ എന്ന് പറയുന്നതാണ് ശരി. ചെറുതും വലുതുമായ വ്യഷ്ടി ശരീരം. എന്തായാലും വിരാട്ടല്ല, അതിനെ അപേക്ഷയൊക്കെ ചെറുത് തന്നെയാണ്. തിമിംഗലങ്ങളടക്കം വിരാട് പുരുഷനെ അപേക്ഷിച്ച് ചെറുതാണ്, നമ്മളെ അപേക്ഷിച്ച് വലുതാണ്. അങ്ങനെയുള്ള വ്യഷ്ടി ശരീരങ്ങളെ സൃഷ്ടിച്ചു. 2 പിന്നെ എന്ത് സൃഷ്ടിച്ചു? അതിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നും സംശയിക്കേണ്ട. ഈ സമഷ്ടി ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടോ അതേ ഘടനയാണ് വ്യഷ്ടി ശരീരത്തിൽ. വേറെ പഠിക്കേണ്ട കാര്യമില്ല, ഒന്ന് പഠിച്ചാൽ ബാക്കിയാവാം. എന്താ? വിരാട് പുരുഷനിലെ ഘടകങ്ങൾ പറഞ്ഞല്ലോ. പഞ്ചഭൂതങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, ടോട്ടൽ 20. ഇങ്ങനെ ആവർത്തിച്ചാൽ പഠിക്കില്ലേ, കാണാപ്പാടാവും. പിന്നെയോ ബുദ്ധി, മനസ്സ്, ചിത്ത, അഹങ്കാരം പ്ലസ് ആത്മാവ്. ഇത് കാണാൻ പറ്റില്ല. കാണാനോ തൊട്ടറിയാനോ രുചിച്ചറിയാനോ പറ്റാത്ത ആത്മാവ്. വ്യഷ്ടി സമഷ്ടി ശരീരത്തിൽ ഹിരൺമയൻ ആയിട്ട് വരുമ്പോൾ പരമാത്മാവ് കുടികൊണ്ട് സൂര്യൻ ഉദിക്കുന്നു, ഭൂമി ചലിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, മഴ വർഷിക്കപ്പെടുന്നു. എല്ലാം സമഷ്ടി ശരീരത്തിലത്തെ പരമാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. സമഷ്ടി, ഹിരൺമയൻ, ഹിരണ്യഗർഭൻ. ആവർത്തിക്കണത് എന്താ വെച്ചാൽ കുറേ പറയുമ്പോൾ നമുക്കതിനാൽ പഠിയും. അതുകൊണ്ടാണ് ഹിരണ്യഗർഭൻ, വിരാട് പുരുഷൻ, ഇവയിൽ പരമാത്മാവ്. നമ്മളോ വ്യഷ്ടി, അതിൽ ജീവാത്മാവ്. അങ്ങനെയുള്ളൂ വരിക. അതിൽ ജീവാംശം കൊണ്ട് ആത്മാവായിട്ടും പ്രവർത്തിക്കണം. 2ൻ്റെ ഉള്ളിലും ഊർജം വേണം, അല്ലെങ്കിൽ നിശ്ചലം. ലോകം നിശ്ചലം, നമ്മളും നിശ്ചലം. മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല അല്ലേ? നമ്മുടെ ശരീരം നിശ്ചലമാണ്, ജീവാത്മാവില്ല വെച്ചാൽ പ്രപഞ്ചം തന്നെ നിശ്ചലമാണ്. ആണുള്ള ദേവന്മാർ ഇത്ര ബുദ്ധിമുട്ടി സ്തുതിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഭഗവാനെ കടത്തി വിട്ടു, പ്രവേശിപ്പിച്ചു. ഊർജപ്രവാഹം കടത്തി വിട്ടണ പോലെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ സമഷ്ടി പുരുഷൻ്റെ ജീവവിഭാഗത്തെ പറ്റി പറഞ്ഞ് വ്യഷ്ടി പുരുഷനിലേക്ക് വന്നു. ഭഗവാന്റെ അംശമായ ചിച്ഛക്തിയും ക്രിയാശക്തിയും ജീവരൂപശക്തിയും 3 തരത്തിലുള്ള ശക്തി അടങ്ങിയതാണ് സമഷ്ടി ശരീരം. വ്യക്തി ശരീരം പറയാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും കൂടി സമഷ്ടിയെ വർണ്ണിക്കുകയാണ്. ലോകത്തിൽ കാണപ്പെടുന്ന സർവവും വിരാട് പുരുഷനിൽ സമഷ്ടി, ഹിരണ്യഗർഭൻ, ഹിരണ്യമയനിൽ നിക്ഷിപ്തമാണ്. സമസ്ത ലോകങ്ങളും ഇവനിൽ ഇരിപ്പൂ. സ്തുതികളിലൊക്കെ രാമായണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ,
ജഗതായതും ഭവാൻ ജഗത്തായതും ഭവാൻ ജഗതാം ആദിഭൂതൻ ആയതും ഭവാനല്ലോ. ഒക്കെ ഈ ഹിരാട് പുരുഷനാണ്. ചിച്ഛക്തിയെ പരമചൈതന്യമായിട്ടും ക്രിയാശക്തിയെ പ്രാണാദികളായിട്ടും വ്യാപാരങ്ങളെ 10 ആത്മശക്തിയെ ആധ്യാത്മികം ആദിദൈവികം ആദിപതിപതി 3 പ്രകാശിപ്പിച്ചു. ഈ ഒരു 10 തരത്തിലുള്ള സൃഷ്ടി, 10 തരമല്ല കേട്ടോ, 3 തരത്തിലുള്ള സൃഷ്ടിയെ പറയുകയാണ്. ആ 3-ൽ ഒരെണ്ണം 10. അതും ഈ വിരാട് പുരുഷനിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പം 3 തരത്തിലുള്ള ശക്തിയെ പറഞ്ഞു. ഏതൊക്കെയാ? ഏകത, ദശത, ത്രിത. ഏകത 1, ദശത എളുപ്പമാണല്ലോ, 10, ത്രിത 3. ഇപ്പം ഏതാണോ 1? ആ ചൈതന്യത്തെ, ചിച്ഛക്തിയെ ചൈതന്യമായിട്ടുള്ള ഏകശക്തിയായിട്ടും വ്യാപാരങ്ങളും 5 10 വ്യാപാരങ്ങൾ 5 ആയി അതിനെ 10 കണ്ടു. ആത്മശക്തിയെ 3 കണ്ടു. ഏതൊക്കെ വെച്ചാൽ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം. ആദിദൈവികം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദിഭൗതികം വ്യഷ്ടിയുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ ശരീരം, വ്യഷ്ടി മീൻസ് വ്യക്തി എന്നുള്ളതിന് വന്നതാണ് വ്യഷ്ടി, അല്ലെങ്കിൽ വ്യഷ്ടിന്ന് വന്നതാവാം വ്യക്തി. അത് അതിഭൗതികം, ആദിഭൗതികം ശരീരം എന്നർത്ഥം. ആദിദൈവികമായിട്ട് പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആധ്യാത്മികം മനസ്സ്, അല്ലെങ്കിൽ ജീവാത്മാവായിട്ട് മനസ്സ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 3 തിനെ തിരിഞ്ഞു. ഏകത, ദശത, ത്രിത. ആദ്യത്തെ ശക്തി ചൈതന്യം ഏകത, ഒറ്റ ശക്തിയുള്ളൂ അവിടെ. പിന്നെ അത് ത്രിധ, ആധ്യാത്മികം ആദിദൈവികം ആദിഭൗതികം. ദശധ 10 മാറി. 1ാമത്തെ അവതാരം പരമാത്മാവ്. സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന ഈ ലോകം പുരുഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ 10 അതിനെ പറയുന്നു, പിന്നെ 3 പറയുന്നു. സാധ്യാത്മസാദിദൈവച്ച സാദിഭൂതൈദിത്തിദാവിരാ പ്രാണോ ദശവിധ ഏകതാ ഹൃദയേന ച. ആത്മാവിനെ ആശ്രയിക്കുന്ന ഇന്ദ്രിയങ്ങളോട് കൂടിയവൻ, അതാണ് സാധ്യാത്മാ. സ എന്ന് പറഞ്ഞാൽ കൂടിയത്, സസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹത്തോടു കൂടി. സാധ്യാത്മാ എന്ന് പറഞ്ഞാൽ എന്താ? അധ്യാത്മത്തോടു കൂടിയത്. അതിനെ ഇന്ദ്രിയങ്ങളോട് കൂടിയവൻ, സാദിഭൂതങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ദേഹങ്ങളോട് കൂടിയവൻ. സാദിദൈവ, ദേവന്മാരോട് കൂടിയ സമൂഹത്തോടു കൂടിയവൻ. 10 വിധത്തിലിരിക്കുന്ന വിരാട് പ്രാണൻ. ഹൃദയേന, അന്ധക്കരണത്തിൽ. ഏകഥ, ഒരു വിധത്തിലിരിക്കുന്നവൻ. ഇപ്പം എന്തൊക്കെയാണ് മനസ്സിലായി? ഏകഥ, അന്ധക്കരണത്തിൽ ഒന്നായിട്ടിരിക്കുന്നവൻ. അതാണ് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരുണ്ടൽ ഹരിനാമകീർത്തനകാരൻ പറഞ്ഞത്. ഹൃദയത്തിൽ ഒന്നായിട്ടാണ് പ്രാണനായിട്ട് ഇരിക്കുന്നത്. വിരാട് പ്രാണ അന്ധക്കരണത്തിൽ ഒന്നായിട്ട് ഇരിക്കുന്നു. ദശവിധ, അത് 10 പ്രാണൻ ആയിത്തീരുന്നത്. പ്രാണൻ എന്ന് പറയുന്നത് ആത്മാവ് എന്ന് പറയുന്നതും ഒന്നല്ല, മനസ്സിലാക്കണം. എന്താണ് പ്രാണൻ, എന്താണ് ആത്മാവ്? ആത്മാവ് എന്ന് പറയുന്നത് ശരീരവുമായിട്ട് ബന്ധമില്ലാണ്ടേയും പറയാം. ബന്ധമില്ല സത്യത്തിൽ. ആത്മാവിന് ശരീരമായിട്ട് ബന്ധമില്ല. അപ്പോൾ ശരീരമായിട്ട് ബന്ധമുള്ളതാണ് പ്രാണൻ. വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. പ്രാണൻ എന്ന് പറയുന്നത് കൊണ്ടാണ് ആത്മാവ് ശരീരത്തിൽ നിൽക്കുന്നത്. അതിനെ നിർത്തുകയാണ് പ്രാണൻ. അപ്പോഴും അവിടെ വ്യത്യാസമുണ്ട്. ഒന്നിനെ ഒരു സന്ധി നിർത്തിയ സന്ധതിയും നിർത്തപ്പെട്ട സംഗതി രണ്ടല്ലേ. നമ്മൾ പശുവിനെ പിടിച്ച് നിർത്തി, നമ്മൾ വേറെ പശു വേറെ, അല്ലെങ്കിൽ പിടിച്ച് നിർത്തേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ ഈ ആത്മാവിനെ ശരീരത്തിൽ നിൽക്കുന്നത് പ്രാണൻ കാരണമാണ്. പ്രാണൻ വേറെയാണ്, ആത്മാവ് വേറെയാണ്. ഏതൊക്കെയാ ഈ പ്രാണൻ എന്നാണെങ്കിൽ, പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ. ഈ 5 പ്രാണന്മാർ പ്രധാന പ്രാണന്മാരാണ്. ഇവയ്ക്ക് അത്രയും നമ്മൾ ആഹാരം കൊടുക്കണം.
ശരീരത്തെ നിലനിർത്താനോ നാവിന് രുചിക്കുന്ന രീതിയിലോ ഭക്ഷണം കഴിക്കരുത് എന്നാണ്. അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നല്ല, അതിനല്ല പ്രാധാന്യം. പിന്നെയോ പ്രാണനെ നിലനിർത്തണം, എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അത്രയേ ഉള്ളൂ. അതാണ് പഞ്ചപ്രാണൻ. എന്തെങ്കിലുമൊക്കെ കഴിക്കുക. ജീവൻ നിലനിൽക്കലേ ഉദ്ദേശമുള്ളൂ. സ്വാദറിഞ്ഞ് അതിൽ ലയിക്കാൻ പാടില്ല. സ്വാദറിഞ്ഞ് ഊണ് കഴിക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. രുചിച്ച് കഴിക്കൂ, അത്രത്തോളം അതിലേക്ക് ഊർന്നിറങ്ങണ്ട എന്നാണ് ആധ്യാത്മികക്കാരന്മാർ പറയണത്. ശരീരത്തെ നിലനിർത്തുകയേ വേണ്ടൂ. അത് ഹൈജീനിക് ആവണം. ശരീരത്തിന് വിരോധമായിട്ടുള്ളതൊന്നും പാടില്ല. അതുണ്ട് കേട്ടോ. തോന്നിയതൊക്കെ വാരി വെച്ച് തിന്നാൽ ശരീരം കേടുവരും, നിലനിൽക്കില്ല. അത് വേണം. അളവിൽ പ്രാധാന്യം കൊടുക്കണ്ട, സ്വാദിലും പ്രാധാന്യം കൊടുക്കണ്ട. സ്വാദുണ്ടായതുകൊണ്ട് നന്നാവണമെന്നുണ്ടോ? ഇല്ല. പ്രമേഹ രോഗികളെ പറ്റി സംബന്ധിച്ച് മധുരം സ്വാദുള്ളത് തന്നെയാണ്. പക്ഷെ അവനത് വിഷമാണ്. ഓരോ തുള്ളി അകത്തുവിടുന്നതും വിഷമാണ് അല്ലേ? അപ്പോൾ ശരീരത്തിന് നല്ലത് സ്വാദുണ്ട്, സ്വാദുള്ളത് ശരീരത്തിന് എന്ന് പറയാൻ വയ്യ. നല്ല സ്വാദുണ്ടാവണതൊന്നും പലതും നന്നാവണമെന്നില്ല. കയ്പുള്ളത് നന്നായി ഇതും വരാം. കയ്പയ്ക്ക വളരെ നല്ലതാണ് ശരീരത്തിന്. പക്ഷെ സ്വാദുണ്ടോ ചോദിച്ചാൽ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവുന്നില്ല, അല്ലാത്തവർക്ക് കയ്പ് ഇഷ്ടമല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇവിടെ എന്താ പറഞ്ഞു വരണത് എന്ന് ചോദിച്ചാൽ, പ്രാണനെ നിലനിർത്തുന്നത്, ശരീരത്തെ നിലനിർത്തുക എന്നൊരൊറ്റ ഉദ്ദേശമേ പാടൂ. അപ്പോൾ ഈ 5 പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, അതിൻ്റെയൊക്കെ ധർമ്മങ്ങളുണ്ട് കേട്ടോ. ഓരോന്നും ഓരോ ധർമ്മമാണ് ശരീരത്തിൽ നിർവഹിക്കുന്നത്. കഴിച്ച ആഹാരത്തെ ദഹിപ്പിക്കുകയാണ് പ്രാണൻ. അതിനെ പുറന്തള്ളുകയാണ് അപാനൻ. അപാനൻ തകരാറായ ശോധന ശരിയാവില്ല. അപാനം കിടന്ന് കളിച്ചാൽ യോഗ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്ന പറയണം. പിന്നെ ബാലൻസ്, നമുക്ക് ശരീരത്തിന് അങ്ങോട്ട് വീഴാൻ പോയാൽ അങ്ങോട്ട് ബാലൻസ് ചെയ്യലും അതൊക്കെ ഒരു പ്രാണനാണ്. ഈ 5 ഏതാണെന്ന് ചോദിച്ചാൽ പഠിച്ചാലേ പറയാൻ പറ്റും. പലതും ഉണ്ട്. ഓരോ ധർമ്മമാണ് ഓരോ പ്രാണൻ. ഇനി 5 ഉപപ്രാണന്മാരുണ്ട്. കൃമീകൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നൊക്കെയാണ് അവരുടെ പേര്. ഈ 10 പ്രാണന്മാരെയാണ് ഉപപ്രാണന്മാർ എന്ന് പറയുക. മൊത്തത്തിൽ പ്രാണന്മാർ ദശപ്രാണം എന്ന് പറയണത്. ദേവദത്തൻ, ധനഞ്ജയൻ, കൃകലൻ, കൃമീകൻ, ഒന്നും കൂടി ഉണ്ട്. ഈ 10 പ്രാണന്മാർ ആണ് ഇവിടെ 10 ദശവിധ പ്രാണന്മാർ എന്ന് പറഞ്ഞത്. ഹൃദയത്തിൽ ആത്മാവായിട്ട് ഒന്നായിട്ടിരിക്കുന്നു. വിരാട് പ്രാണൻ ദശവിധ, അപ്പം അതാണ് 10 വിധത്തിലിരിക്കുന്നു. അപ്പോൾ സാധ്യാത്മം, സാധ്യഭൂതം, സാധ്യദൈവം 3, ആത്മാവ് ഏകത 1, 10 പ്രാണൻ 10. പല വിധത്തിൽ പല ഉദ്ദേശത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി മാറിയതാണ് 1, 3, 10. പത്ര ഓർക്കാം. സ്മരൻ വിശ്വസൃജാമീശോ വിജ്ഞാപിതമതോക്ഷജ വിരാജം ആതപത് സ്വേന തേജശേഷാം വിവൃത്തയെ. കുറച്ച് ആധ്യാത്മിക കടുകട്ടിയാണ് സംഭവം. ഈശ, നിയന്താതാവായ ഭഗവാനെ വിളിക്കുകയാണ് അതോക്ഷജ സംബോധന. വിശ്വസൃജാം, മഹത്വത്താദികളുടെ വിജ്ഞാപിതം പ്രാർത്ഥനയെ. മഹത്വത്താദികളൊക്കെ ഭഗവാനെ സ്തുതിച്ചു, ദേവാദികൾ സ്തുതിച്ചു എന്നൊക്കെ പറഞ്ഞുല്ലോ. സ്മരൻ, സ്മരിച്ചിട്ട്, സ്വേന തേജസ, തൻ്റെ തേജസ് കൊണ്ട്, യേഷാം, ഇവയുടെ വിവൃത്തയെ, വിവിധ വൃത്തിലാഭത്തിന് വേണ്ടിയിട്ട്, വിരാജം, വിരാട്ടിനെക്കുറിച്ച് വിചാരം ചെയ്തു. ലോകസൃഷ്ടി സാധനഭൂതങ്ങളായ മഹത്വത്താദികളിൽ വിരാട് പുരുഷൻ്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് വിചാരിച്ച് ഈശ്വരനെ തപസ് ചെയ്തു. ഈശ്വരൻ്റെ സങ്കല്പത്തെ നമ്മൾ തപസ് എന്ന് പറയുന്നു. ഞങ്ങൾ നിന്ദരോടിക്ക് ബലി സമർപ്പിച്ചു എന്ന് നേരത്തെ ഒരിക്കലും പറയുണ്ടായി. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം, നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അത് നേരെ നടക്കാൻ വേണ്ടി അങ്ങേക്ക് ബലി കഴിക്കണു, അതായത് നിവേദ്യം സമർപ്പിക്കണു. വിരാട്ടായിരിക്കുന്ന പുരുഷന് നിവേദ്യം സമർപ്പിച്ചാൽ നമ്മൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് വലിയൊരു തത്വമുണ്ട് ഇതിലൊക്കെ, ഈ പൂജയിലൊക്കെ. വിരാട് പുരുഷൻ്റെ 16 അംശം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിരാട് പുരുഷന് സമർപ്പിക്കലൊക്കെ ഉണ്ട്. നിവേദ്യം സമർപ്പിക്കുമ്പോൾ
അതിനകത്ത് വലിയൊരു തത്വമുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണോ അത് വിരാട്ടിന് ആദ്യം സമർപ്പിച്ചിട്ട് വേണം. അതിനാണ് നിവേദ്യം സമർപ്പിക്കുക, ബലിക്കല്ലിൻ്റെ മുകളിൽ തൂവുക, അങ്ങനെയൊക്കെയുള്ള ചടങ്ങിനൊക്കെ ഇങ്ങനെയുള്ള തത്വങ്ങളുണ്ട് എന്നാണ് പൂജകളെ പറ്റി അറിയണവർക്ക് അറിയാം. സ്മരൻ വിശ്വസുജാം ഈശോ വിജ്ഞാപിത മതോക്ഷജ വിരാജമതപത് സേന തേജശേഷാം വിവൃത്തയെ. തൻ്റെ തേജസ് കൊണ്ട് മഹത്തത്വാദി ദേവന്മാർ വിരാട് പുരുഷന് നിവേദ്യം സമർപ്പിക്കുന്നു. അത് ചെയ്യണം. എന്നിട്ട് എത്രയോ ഊണ് കഴിക്കാൻ പാടൂ, നമ്മൾ കഴിക്കാൻ പാടൂ. പഞ്ചപ്രാണന് വെള്ളം കൊടുക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അതത്തത്യാപി തത്തത്യക്കതിചായതനാനിഹ നിരവിദ്ദന്തദേവാനാം താനിമേ ഗതദശൃണു. അഥാ അനന്തരം അഭിതപ്തസ്യ ആലോചിച്ചതായ തസ്യ അവൻ്റെ ദേവാനാം ദേവന്മാർക്ക് കതി ആയതനാനി എത്ര സ്ഥാനങ്ങൾ നിരവിദ്യത ഉണ്ടായി. ഗതമേ പറയുന്നത് കേൾക്കുക. ഏകത ദശത ത്രിധ 1 3 10. 10 പ്രാണന്മാരാണ് 10, ആത്മാവാണ് 1, ആദ്യാത്മൻ സ്വാതിദൈവം സ്വാതിഭൂതാണ് 3. അപ്പോൾ 1 3 10 ഇതിനെ സൃഷ്ടിച്ചു. ഇനി ഏതെല്ലാം സ്ഥാനങ്ങൾ സൃഷ്ടമായി എന്ന് അല്ലയോ വിതുര കേൾക്കുക. എന്തൊക്കെയാ? തസ്യാഗ്നിരാസ്യം നിർഭിന്നൻ ലോകപാലോ വിശത്പദം ഭാഷ സ്വാംശേന വക്തവ്യം യാസോ പ്രതിപദ്യതേ. അസ്യ അവന്, ആർക്ക്? വിരാട് പുരുഷന്. ആസ്യം, സംശയത്തിലെ ആസ്യം എന്ന് പറഞ്ഞാൽ മുഖം ആസ്യം. നിർഭിന്നം ഉണ്ടായി, ഓരോന്നായിട്ടുണ്ടായതിനെ വർണ്ണിക്കുകയാണ്. മുഖം ഉണ്ടായി. മുഖം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ വായ എന്നർത്ഥമാണ് കേട്ടോ. എല്ലാം കൂടി ചേർന്ന ഈ മുഖത്തിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥമല്ല. മുഖം ശരിക്കും വായ എന്നാണ്. മുഖത്തിനും പറയും കേട്ടോ, രണ്ടിനും പറയും. ലോകപാല അഗ്നി, ലോകത്തെ പാലിക്കുന്ന അഗ്നി. ഇവിടെ വായയാണ്. അഗ്നി ഗുഹാമുഖം എന്ന് പറഞ്ഞാൽ എന്താ? ഗുഹയുടെ ഉള്ളിലേക്ക് കിടക്കണ ഭാഗം, അതിനാണ് ഗുഹാമുഖം എന്ന് പറയുക അല്ലേ. അപ്പം അതേപോലെ ഉള്ളിലേക്ക് കിടക്കുന്നത് ശരീരത്തിൽ എന്താ? വായയാണ്. അവിടെയല്ലേ ഉള്ളിലേക്ക് കിടക്കുക. അതാണ് മുഖം എന്ന് പറയാൻ കാരണം. വായയ്ക്ക് മൊത്തം കണ്ണ്, മൂക്ക്, തൊക്ക്, ചെവി, ചുണ്ട്, വായ, കവിളൊക്കെ കൂടിയതിനും മുഖം എന്ന് പറയും. വായയ്ക്ക് മാത്രമായിട്ടും മുഖം എന്ന് പറയും. 2 തരത്തിൽ പ്രയോഗമാണത്. ഇവിടെ തസ്യ ആസ്യം നിർഭിന്നം, മുഖമുണ്ടായതിന് വായയാണ് ഇവിടെ വിവക്ഷ. ലോകപാല അഗ്നി, പിന്നെ ആ മുഖത്ത് നിന്ന് എന്തുണ്ടായി? അഗ്നി ഉണ്ടായി. മുഖത്ത് നിന്നാത്രേ അഗ്നി ഉണ്ടായത്. പദം, ആ സ്ഥാനത്തെ സ്വാംശേന തൻ്റെ അംശമായ വാച, വാക്കോടുകൂടി പ്രവേശിച്ചു. വാക്കും അഗ്നിയും വളരെയേറെ ബന്ധപ്പെട്ടിരിക്കണമെന്നാണ്. അതെങ്ങനെ വേണമെച്ചാലും പറയാം. ഇപ്പോൾ പഴയ കാലത്തൊക്കെ ഈ അഗ്നി ഉണ്ടാക്കാൻ തന്നെ ഒരക്ഷരം പറയല. രം രം അഗ്നി ആത്മനാ ദീപം കൽപ്പയാമി എന്നാണ് പറഞ്ഞാൽ അവിടെ അഗ്നി ഉണ്ടായിക്കോളും എന്നാണ്. തീപ്പെട്ടിയോ ലൈറ്ററോ കല്ലുകൂട്ടി ഒരിക്കലും അടക്കം വേണ്ട. അപ്പോൾ വാക്ക് അഗ്നിയാണ്. ഇനി അർത്ഥം ആലോചിച്ച് നോക്കൂ. ഒരു വാക്കുകൊണ്ട് വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ സർവനാശം ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ. നിങ്ങളെപ്പോലെ എനിക്കിഷ്ടം ഈ ലോകത്തിൽ വേറെ ആരും ഇല്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന തരംഗം, നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ അയാളിൽ നിന്ന് കിട്ടാൻ ആ ഒരു വാക്ക് സഹായിക്കും. എപ്പോഴും മുഷിപ്പിക്കണ വാക്കാ പറഞ്ഞു വെച്ചാലോ ചെയ്യേണ്ടതും കൂടി ചെയ്യണം തോന്നില്ല, തോന്നുമോ? അപ്പോൾ വാക്കിന് ക്രിയാത്മകതയുണ്ട്, വളരെ നാശ പ്രവണതയുണ്ട്. വാക്ക് അത്രയും പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അഗ്നിയോ അതേപോലെ തന്നെയല്ലേ അഗ്നി. വിളക്കൊക്കെ അങ്ങനെ സുഖമായിട്ട് സ്വർണം പോലെ കത്തിച്ച് ആ തൊട്ടച്ച മിനിക്ക് വിളക്കിനിങ്ങനെ കത്തണ് കാണാൻ എന്തൊരു ഐശ്വര്യവും. നേരെ മറിച്ച് തിരിച്ചങ്ങോട്ട് പിടിച്ചാലോ ജീവനെ ഇല്ലാണ്ടാക്കാനും വീടിനെ ഇല്ലാണ്ടാക്കാനും ഒരുപാട് കാര്യങ്ങൾ ചാമ്പലാക്കാനും ആ അഗ്നി മതി പോരെ. അപ്പോൾ അഗ്നി എന്ന് പറഞ്ഞാൽ നല്ലതിനും മതി, കെട്ടതിനും മതി.
സുഖമായിട്ട് ഇങ്ങനെ കത്തി ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിത്രമാണ് അഗ്നി. ഇരുട്ടത്ത് വെളിച്ചം തന്നാലോ അപ്പോഴും മിത്രമാണ്. ഒക്കെ അഗ്നി നമ്മുടെ മിത്രമാവണു. ഒന്നങ്ങോട്ട് പാളി പിടിച്ചാൽ മൊത്തം ഭസ്മാക്കണം. വാക്ക് അതേപോലെയാണ്. ഒരു വാക്കെല്ലാം നശിപ്പിക്കും, എല്ലാം ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ആസ്യം മുഖമുണ്ടായി ആ സ്ഥാനത്തെ അതിൻ്റെ അംശമായ വാക്കോടുകൂടി പ്രവേശിച്ചു. വളരെ ബന്ധപ്പെട്ടിട്ടാണ് വാക്കും അഗ്നിയും. അസോ വ്യഷ്ടി ജീവൻ വക്തവ്യം യാതൊന്നുകൊണ്ട് പ്രാപിക്കുന്നു, വചിക്കത്തക്കതിനെ പ്രാപിക്കുന്നു. ഈ അഗ്നിയും വാക്കും കൂടി ചേരുമ്പോഴാണ് സംസാരശക്തി ഉണ്ടാവുന്നത്, ആശയവിനിമയം ഉണ്ടാവുന്നത്. അവിടെ എന്തേ പറഞ്ഞേ? വെട്ടി അല്ലെങ്കിൽ രണ്ടിൻ്റെയും മുഖം അഗ്നിക്ക് സമാനമാണ്. തസ്യാഗ്നിരാസ്യം, മുഖത്ത് നിന്ന് അഗ്നി ഉണ്ടായി. നിർഭിന്നൻ നിർഭിനം ഉണ്ടായി. ലോകപാലോ വിശപ്പദം വാചാ സ്വാംശേന വക്തവ്യം യയാസോ പ്രതിപത്തത്, അതിൽ കൂടെ സംസാരിക്കുന്നു. ആശയം കൈമാറുന്ന സംസാരം എന്ന കാര്യം വാക്ക് കൂടിയും അഗ്നി കൂടിയും മുഖത്ത് കൂടിയും ഉണ്ടാവുന്നു. ഞാൻ ഓരോരോ സൃഷ്ടിയെ വിവരിക്കുകയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.